ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി വൈബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ മണി ഏൺ ചെയ്യാം, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോളിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോ വേണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിലൊരു 98% ആൾക്കാരും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. പിന്നെ നമുക്കതിനകത്തേക്ക് ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അപ്പോൾ ഇത് 100% ജെന്യുവിനാണ്. അപ്പോൾ അതിനകത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്തെന്ന് വെച്ചിട്ട് പേടിക്കാനൊന്നുമില്ല. ഇതിൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ അത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല, നമുക്കത് സാവധാനം കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെ നമ്മൾ എങ്ങനെയാണ് പൈസ ഏൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റീസെല്ലിംഗ് ആപ്പാണ്. അതായത് ഹൗസ് വൈഫായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ വേറെ ജോലിയൊന്നും ഇല്ലാത്തവർക്കും കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയൊരു ആപ്പാണ്. ഇതിൽ നമ്മൾ കുറച്ച് ആൾക്കാർ അവരെ പ്രൊഡക്റ്റ് ഇതിൽ ഇട്ടിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് നമ്മൾ റീസെല് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ അവർ അതിന് പ്രൊഡക്റ്റിന് ഒരു റേറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് നമ്മുടെ മാർജിനായിട്ട് അതിൽ ഇടണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു പൈസ വെച്ചിട്ട് നമ്മളത് വിൽക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂടാതെ നമ്മൾ എത്ര ആണോ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറും. അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചില നേരത്ത് എന്തെങ്കിലും ഒരു ചലഞ്ചോ അല്ലെന്നുണ്ടെങ്കിൽ സ്പിൻ ആൻഡ് വിൻ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്പിൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് 50 പോയിൻ്റ് കിട്ടി. അത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അത് നമ്മുടെ ഇതിനകത്തുള്ള വാലറ്റിൽ കയറും ആ പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കിട്ടും. ആ 50 പോയിൻ്റ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഞാൻ ഇടയ്ക്ക് സ്പിൻ ആൻഡ് വിൻ കളിച്ചിട്ട് കിട്ടിയ പോയിൻറ്റ്സ് ആണ്. പിന്നെ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. എല്ലാ പ്രൊഡക്ട്സിനും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. നമ്മൾ പൈസ പ്രൊഡക്റ്റ് വീട്ടിൽ വന്നതിന് ശേഷം മാത്രം നമുക്ക് പൈസ കൊടുത്താൽ മതി. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. നമുക്ക് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ മറ്റേത് സോഷ്യൽ മീഡിയയിലൂടെ വേണമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്തിട്ട് റെഫർ ചെയ്യാം. എന്നിട്ട് അവർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് അവർ ഓർഡർ ചെയ്തതനുസരിച്ച് അതിൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് എൻ്റെ അമ്മയ്ക്ക് തന്നെ റെഫർ ചെയ്തിട്ട് അമ്മനെ ജോയിൻ ചെയ്തു. എന്നിട്ട് അമ്മ ഓർഡർ ചെയ്തതിൽ എനിക്ക് 117 രൂപ കിട്ടി. അതിനകത്ത് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല, അത് സാവധാനം ആവുള്ളൂ. പിന്നെ ഈ കാണുന്നതെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ടുകളാണ്. അതിൽ 400 രൂപ വരെയുണ്ട്, 1 രൂപയുണ്ട്. 1 രൂപ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതലും ഞാൻ എൻ്റെ ആവശ്യത്തിന് മേടിക്കാറുണ്ട്. അപ്പം ഞാനത് നമുക്ക് 1 രൂപയെങ്കിലും നമ്മൾ മാർജിനായിട്ട് ഇടണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ മേടിക്കുമ്പോൾ ഞാൻ 1 രൂപ അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പോൾ അതാണ് 1 രൂപ. പിന്നെ 400 രൂപ വരെയും കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ മാർജിൻ കൂട്ടിയിടുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ എന്ത് പ്രൊഡക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. ഞാൻ കൂടുതലും ഇത് മറ്റുള്ളവർക്ക് ഞാനിത് ഷെയർ ചെയ്യാറില്ല. ഞാൻ സ്വന്തം ആവശ്യത്തിനും അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിനാണ് ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യാറ്. പിന്നെ അടിപൊളി പ്രൊഡക്റ്റാണ്, എല്ലാം ക്വാളിറ്റി ഉള്ളതാണ്. ചില ഐറ്റംസാണ് ക്വാളിറ്റി കുറവുള്ളത്, അത് നമ്മൾ റേറ്റിംഗ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളും എടുത്ത് ഷെയർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിങ്ങും കൂടെ നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അവർക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാനും.
പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഓരോ പൊസിഷനാണ്. ഇതിനകത്ത് ഓരോ ലെവലുകളുണ്ട്. ബിഗിന്നറാണോ, ലേണറാണോ, ഗ്രാജുവേറ്റാണോ, എക്സ്പേർട്ടാണ്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഗ്രാജുവേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് ഓരോ പോയിൻ്റ് അതിനകത്ത് കിട്ടും. അതായത് നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കൊരു 50 പോയിൻ്റ്, 10 പോയിൻ്റ് അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പോയിൻ്റ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ റെഫർ ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് കിട്ടും. അങ്ങനെയൊക്കെയാണ് ആ പോയിൻ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് നമ്മളിപ്പോൾ ഏത് ലെവലിലാണോ നിൽക്കുന്നതെന്നാണ് ആ കാണിച്ചത്. അതുപോലെ തന്നെ ഓരോ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ നല്ല നല്ല ഓഫറുകളും ഉണ്ടാവും ഇതിനകത്ത്. ഇപ്പോൾ ദിവാലി ആയതുകൊണ്ട് ഇപ്പോൾ നല്ല ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് അതിനകത്ത് ഓർഡർ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഷിപ്പ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതും ഡെലിവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാണാം. പിന്നെ അക്കൗണ്ട് എന്ന് പറഞ്ഞത് റൈറ്റ് സൈഡിലെ അക്കൗണ്ട് കാണാം. അതിനകത്ത് നമുക്ക് അക്കൗണ്ടൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് കാറ്റഗറീസ് ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. കിഡ്സിൻ്റെ ആയാലും മെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് വെയർ, ഇന്നർ വെയേഴ്സ്, അതുപോലെ തന്നെ ജെൻസിൻ്റെ ഉണ്ട്, കിഡ്സിൻ്റെ ഉണ്ട്. പിന്നെ ജ്വല്ലറി ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ എല്ലാം ഈ ഒരു ആപ്പിലുണ്ട്. അത് നമുക്ക് ഇത് ഓപ്പണാക്കി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാനിതിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കാറ്റലോഗ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഏത് കളറാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ ബ്ലൂ കളർ സാരിയാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിനകത്ത് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അടിയിൽ താഴെയായിട്ട് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ. ആ ഒരു ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് നമ്മൾ ആഡ് ടു കാർട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കസ്റ്റമേഴ്സ് മേടിച്ചതൊക്കെ ഒന്ന് നോക്കിയതാണ്. പിന്നെ അതിൻ്റെ സൈസ് നോക്കുക. സാരി ആയതുകൊണ്ട് അത് ഫ്രീ സൈസാണ്. പിന്നെ വിത്ത് ബ്ലൗസാണ് വരുന്നത്, ബ്ലൗസ് മെറ്റീരിയൽ. അപ്പോൾ അതും കൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ സൈഡിലും മുകളിലായിട്ട് ഒരു കാർട്ടിൻ്റെ ഒരു ചിഹ്നം കാണാം. അതെടുത്തിട്ട് നമുക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പൈസ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ആഡ് ചെയ്യണതും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏതാണ് പേയ്മെൻറ്റ് മോഡ് ഏതാണെന്ന് നോക്കാം. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 10 രൂപ മീഷോ ക്രെഡിറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറിക്ക് ആ ക്രെഡിറ്റ് കിട്ടില്ല. ഇനി നമ്മൾ എത്ര രൂപയാണോ അതിനകത്ത് ആഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മാർജിനും കൂടി കൂട്ടിയിട്ട് എത്ര രൂപയാണോ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ടാണ് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ടോട്ടൽ ആ ഒരു എമൗണ്ട് ആയിരിക്കും. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അഡ്രസ്സ് സെലക്ട് ചെയ്യാം. നേരത്തെ പർച്ചേസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അഡ്രസ്സ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് അഡ്രസ്സൊക്കെ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓർഡർ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഈ കാറ്റലോഗ് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷെയർ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പിൻ്റെ ഒരു ചിഹ്നം കാണാം. ഇപ്പോൾ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും പിന്നെ വേറെ ഏത് സോഷ്യൽ മീഡിയയിലായാലും ആ ഒരു ചിഹ്നം ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ ആപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചെയ്യാനായിട്ട് സിമ്പിളാണ്. അപ്പോൾ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വഴി എന്ന് പറയാം. അത് ഇത് തന്നെയാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പലർക്കും ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ നിവൃത്തി ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് കുറച്ച് പൈസ വേണം, ഇപ്പോൾ എന്തെങ്കിലും പോക്കറ്റ് മണിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി നോക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇതിൽ നിന്ന് ഇഷ്ടം പോലെ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ആവശ്യമുള്ളവരെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്കൊരു മൊബൈലും നെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേഴ്സണലായിട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മേടിക്കും. അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മാർജിൻ നിങ്ങൾ ആഡ് ചെയ്തിട്ട് റേറ്റ് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഒറിജിനൽ റേറ്റ് പറയരുത്. നമ്മുടെ മാർജിനും കൂടി കൂട്ടിയിട്ട് വേണം റേറ്റ് പറയാനായിട്ട്. അപ്പോൾ പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റേറ്റിങ്ങും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കസ്റ്റമർ റിവ്യൂവും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു റിവ്യൂ കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ ആ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന ആ ഒരു ജ്വല്ലറി ഐറ്റംസിൻ്റെ റിവ്യൂ ആണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാനും വിൽക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് കമൻറ്റായിട്ടോ ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഇതിന് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി അതും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.